അസ്സലാമലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ കുട്ടികൾ രണ്ടാളും സ്കൂളിൽ പോകാൻ വേണ്ടി യൂണിഫോമൊക്കെ മാറ്റിയിട്ട് ബസ് കാത്ത് നിൽക്കാനിട്ട് അവർ യൂണിഫോമൊക്കെ മാറിയിട്ട് അപ്പോൾ ഈ കളറാണ്, മറ്റേ ഒരു പച്ച കളറായിരുന്നു കേട്ടോ. ഇത് കുഴപ്പമില്ലാതെ വൃത്തിയൊക്കെ ഉണ്ട്, പക്ഷേ ഒരു എന്താ പറയുക ചളിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു തുണിയാണ് കേട്ടോ. അതാണ് കുഴപ്പമില്ല, മാഷാ അല്ലാഹ്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങൾ മിഞ്ഞാന്ന് ബീച്ച് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അനിയത്തിയും കുട്ടികളൊക്കെ വന്നിട്ടായിരുന്നു. ഞാൻ വീട്ടിലായിരുന്നല്ലോ, അപ്പോൾ ഇന്നെ ഇവിടെ കൊടുന്നാക്കി തന്നത് അനിയത്തിയും കുട്ടികളാണ് കേട്ടോ. വീട്ടിലച്ഛനെങ്കിൽ അനിയൻ്റെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട്, അതിന് വേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞ് ഞങ്ങൾ ബീച്ചൊക്കെ കാണാൻ വരുന്നുണ്ട്, അപ്പോൾ അങ്ങനെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഞങ്ങൾ മന്ദലംകുന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ടാണ്. അപ്പോൾ ആരും കടലിലേക്കൊന്നും അധികം ഇറങ്ങിയിട്ടില്ല, അധികം നല്ല തീരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ആ കരൻ്റെ അവിടെ മാത്രമേ നിന്നുള്ളൂ, കാരണം കടലിലത്തെ വെള്ളമൊക്കെ നല്ല കൂട്ടിയിരിക്കണം കേട്ടോ. കടൽ ഇങ്ങനെ മേലേക്ക് വന്ന പോലെ ഉണ്ട് കേട്ടോ, കുഴിയിലേക്ക് ഇങ്ങനെ മേലേക്ക് വന്ന പോലെ ഉണ്ട്. അപ്പോൾ ആരും ഇറങ്ങണില്ല കേട്ടോ, കടൽ കാണാൻ പോയവർ ആരും ഇറങ്ങണില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റി ഷാമോനും നമ്മൾ ഉണ്ണിമോളൊക്കെ എന്തായത് ഇവിടെ അങ്ങോട്ട് പോകുന്നോടത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. ആ പാർക്കിൽ അവർ കുറേ നേരം അവിടെ കളിച്ചിട്ടാണ്. അവർക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അവരവിടെ കുറേ നേരം കളിച്ചിട്ടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവരിങ്ങോട്ട് കടലിൻ്റെ അവിടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ അത് അനിയത്തി കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇറങ്ങി നിന്നിട്ട് അവൾ വീഡിയോ റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇറങ്ങി നിന്നിട്ടാ. പിന്നെ അവൾക്കും പേടിയായപ്പോൾ അവൾ കയറിയണ്ട, കടലിലത്തെ വെള്ളം ഇങ്ങോട്ട് മേലേക്ക് വന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ സ്ഥലത്തും പൊതുവെ നല്ല മഴ പെയ്യുമ്പോൾ നല്ല വെള്ളം ഉണ്ടല്ലോ ഇപ്രാവശ്യത്തെ. അപ്പോൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ വെള്ളമൊക്കെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളാ ഭാഗത്തൊക്കെ കുറേ സ്ഥലത്ത് വെള്ളം പൊങ്ങിയിട്ട്, ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ വെള്ളമൊന്നും അങ്ങനെ പൊങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. കടലിൻ്റെ പ്രദേശങ്ങളാണെന്നുണ്ടെങ്കിലും ഇവിടെ എവിടെയും പൊങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ വെള്ളം. പക്ഷേ ഞങ്ങൾ ആ ഭാഗത്ത് എടപ്പാൾ ഭാഗത്തെന്ന് പറഞ്ഞാൽ അവിടെ കടലൊന്നും അവിടെ അടുത്തൊന്നും ഇല്ല കേട്ടോ, പക്ഷേ വെള്ളം നന്നായി പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഇവിടെ അങ്ങനെ കുറച്ച് നേരമൊക്കെ കളിക്കട്ടെ. അപ്പോൾ ഞാൻ കുഞ്ഞാറ്റിനോട് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന്. അപ്പോൾ അവിടെ അങ്ങനെ കടലമ്മ അങ്ങനെയൊക്കെ എഴുതിയിട്ട് അങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കുട്ടികളും. കുഞ്ഞാറ്റക്ക് ഷാമോനക്കൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കടലിൻ്റെ അടുക്ക പോകണം നല്ല സന്തോഷം കേട്ടോ കുട്ടികൾക്ക് എല്ലാവർക്കും. പക്ഷേ ഞാൻ അങ്ങനെ അവരായിട്ട് ഇവിടെ എടുത്താണെങ്കിൽ ഞാൻ അവരായിട്ട് അങ്ങനെ പോകാറില്ല കേട്ടോ. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു സുഖമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോകാറില്ല കേട്ടോ. പിന്നെ ആൾക്കാർ ആയിരിക്കില്ല ഇവരെന്താ ഒറ്റയ്ക്ക് ഇവിടെ അങ്ങനെ വന്നിരിക്കണമെന്ന് വിചാരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ മിക്കവാറും അങ്ങനെ പോകാറില്ല കേട്ടോ. പിന്നെ ഇവരെല്ലാവരും കൂടിയിട്ടാകുമ്പോൾ ഒരു സന്തോഷമല്ല, അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ വൈകുന്നേരമായിട്ട് രാത്രിയായിട്ട് ഞങ്ങളിവിടെ തിരിച്ചു പോകുമ്പോൾ ഒരു 7-7:30 ആയിട്ടാണ് ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെ നിന്ന് പോകുമ്പോൾ തന്നെ കുറേ നേരം അവിടെ അങ്ങനെ നിന്ന്. അപ്പോൾ ആ വൈകുന്നേരത്തെ ആ കടലിൻ്റെ അവിടെ കാണാൻ നല്ല ഭംഗിയല്ലേ, സൂര്യൻ ഇങ്ങനെ താഴ്ന്നു പോകുമ്പോഴൊക്കെ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നത് കേട്ടോ. അവിടെ എന്താ ഈ കടലിൻ്റെ അവിടെ വെറുതെ അല്ല കേട്ടോ ആൾക്കാരൊക്കെ ഇങ്ങനെ പോയി നിൽക്കണ്, നേരം പോകണത് അറിയില്ല കേട്ടോ. പിന്നെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ, അവരൊക്കെ അങ്ങനെ ഓരോ വീഡിയോയും ക്യാമറ ഒക്കെ കൊടുത്തിട്ട് അവരെ വീഡിയോ ഫോട്ടോ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് അനിയത്തി കുറച്ച് റീൽസിനുള്ളതും വീഡിയോക്ക് ഉള്ളതൊക്കെ അങ്ങനെ അവരങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനായിരുന്നു കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ പൊതുവേ ഒരു വീഡിയോ ഇട്ടാലും ഇപ്പോൾ അങ്ങനെ എന്താ പറയുക ആരും അങ്ങനെ കാണാറൊന്നുമില്ല തോന്നുന്നു, തീരെ വ്യൂസൊന്നും കിട്ടണില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടുന്ന വീഡിയോ ഒന്ന് കാണാൻ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ അതാ നമ്മളെ ഷാമോനും റബിമോനും ഇതാ അവിടെ മണ്ണിൽ എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് കളിക്കുന്നുണ്ട്. റബി എന്താ പാലം വഴി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ അങ്ങോട്ട് നടക്കുമ്പോൾ ഓനെ ഉണ്ടാക്കിയതൊക്കെ അവർ പൊട്ടി, പിന്നെ അവർ വീണ്ടും ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കിയിട്ട കുഞ്ഞു കുട്ടികളെ പോലെ. ആൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ, പക്ഷെ പണ്ട് കാലിൽ ചെറിയ കുട്ടികളെ പോലെ. കടപ്പുറത്ത് പോയാൽ പിന്നെ നമ്മളും എത്ര വലിയവരാണെങ്കിലും നമ്മളും ചെറിയ കുട്ടികളാകുമല്ലോ. അപ്പോൾ ഷാമോൻ അതിൻ്റെ അപ്പുറത്ത് എന്നിട്ട് സ്വിമ്മിംഗ് പൂളാണ് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് കുഞ്ഞാറ്റ അവളെ ഓരോ സർക്കസായിട്ട് ഓള് അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതണ്ട ഓള് കളിക്കണ സർക്കസാണത്. അപ്പോൾ ഡാൻസ് പഠിക്കാൻ വിട്ടുകൊണ്ട് ഓൾക്ക് പിന്നെ ഓളെ ശരീരം എങ്ങനെ വേണമെങ്കിലും വളയുന്നുള്ള രീതിയിലായിരിക്കണം. അപ്പോൾ അതൊക്കെ അവിടെ കഴിഞ്ഞ് പിന്നെ കുട്ടികൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അനു വന്നിട്ട് 2 വട്ടം റബിയുടെ പൊട്ടിച്ച് ഷാമോൻ്റെ പൊട്ടിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയുണ്ട്. പക്ഷെ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നിട്ടാ. ഷാമോന് സ്വിമ്മിംഗ് പൂളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കേണ്ടായിരുന്നു ചെറുത്. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ ഇങ്ങനെ മണ്ണിട്ട് വലുതാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഓൻ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ റബി ഉണ്ടല്ലേ നല്ല വലിയ ആഴത്തിൽ 2 കുഴി എടുത്തിട്ട് പാലം പോലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ട് സംഭവം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ കളിക്കണ കാണുമ്പോൾ നമുക്കും അതൊരു സന്തോഷമാണല്ലോ അല്ലേ. അങ്ങനെ ഉണ്ടല്ലേ നല്ല വൈകുന്നേരമായിട്ടാ, രാത്രിയായി, വൈകുന്നേരമല്ല രാത്രിയായി, 6:30-6:45 ആയിട്ട സമയം. അപ്പോൾ ഞങ്ങൾ ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ അവിടെ തിരിച്ചു പോകുന്നത് കേട്ടോ. പിന്നെ വരുന്ന സമയത്ത് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ഹോട്ടലിൽ ഞങ്ങൾ പൊരിച്ച കടിക്ക് നോക്കിയിട്ട് എവിടെയും കിട്ടിയില്ല കേട്ടോ ആ സമയത്ത്. എന്നിട്ട് അവർ പറയുന്നുണ്ട് നിങ്ങളെ ഈ നാട്ടുകാരെന്താ പൊരിച്ച കടി അങ്ങനത്തെ കടകളൊന്നും ഇവിടെ ഇല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരിനെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഞാൻ ഇവിടെ വീട്ടിലെത്തുമ്പോൾ ഒരു 8-8:30 ആയിക്കണുണ്ടല്ലോ. ഷാമോൻ്റെ ലാസ്റ്റത്തതാണ് കേട്ടോ അത്. ഓൻ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ധൃതി വിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഓനെ ധൃതി വിട്ടിയപ്പോൾ ഓനത് വന്നുകൊണ്ടിരിക്കട്ടെ. പിന്നെ റബിമോ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഈ അടുത്തത് കാണിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതാ റബിയുടെ പാലും വഴിയൊക്കെ ഉണ്ടത് റബി ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും.